KCL മൂന്നാം സീസൺ അതിഗംഭീരമായി തുടങ്ങി. കളിക്കാരുടെ പ്രകടനങ്ങൾ നമ്മൾ ആസ്വദിക്കുകയാണ്. പക്ഷെ KCL തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടാസ്വദിച്ച ഒരു പരസ്യ ചിത്രമുണ്ടല്ലോ, ഏട്ടനും ചേട്ടനും ഒരുമിച്ച് അഭിനയിച്ച ചിത്രം. അതിന്റെ സംവിധായകൻ ഗോബ്സ് ബെഞ്ച് മാർക്ക് നമുക്കൊപ്പം ചേരുകയാണ്. വലിയ സന്തോഷം, ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾക്ക് രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടിയെന്നുള്ളത്. എന്തായിരുന്നു ആ പരസ്യ ചിത്രത്തിലേക്ക് വന്ന വരവ് എങ്ങനെയാണ് ആദ്യം? അതിൻ്റെ ചർച്ച തന്നെ കൗതുകകരമായിരുന്നു. ഏട്ടനും ചേട്ടനും. ഏറ്റവും രസകരമായ കാര്യം, ലാൽ സാറിന് സഞ്ജുവിനെ വെച്ചും സഞ്ജുവിന് ലാൽ സാറിനെ വെച്ചും ഒരുമിച്ച് ചെയ്യാൻ അഭേദ്യമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആദ്യത്തെ കൊമ്പാണത്. അത് മഞ്ജറേക്കറിന് ഒരു ഇന്റർവ്യൂ ഇദ്ദേഹം കൊടുത്തിരുന്നു, നമ്മുടെ സഞ്ജു. അപ്പം അന്ന് മുതൽ ഇവരുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ലാൽ സാറിനെ വെച്ചിട്ടും അത്യാവശ്യം വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാവരും ഇടവേളകളിൽ സംസാരത്തിൽ വരുന്നൊരു വ്യക്തിയായിരുന്നു ആക്ച്വലി സഞ്ജുവിൻ്റെ അടുത്തും. അതെ, സഞ്ജുവിനും ആക്ച്വലി വളരെ വളരെ ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ ലാൽ സാറായിട്ട്. രണ്ടുപേരും എക്സാക്ട്ലി, ദാറ്റ് ഇസ് ദ വേർഡ്. രണ്ടുപേരും ഈക്വലി എക്സൈറ്റഡ് ആയിരുന്നു. അത് ആ പരസ്യ ചിത്രത്തിൽ കാണാനുണ്ടല്ലോ. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം, ഒരു പരസ്യം ചർച്ച ഇത്ര വരാൻ സാധ്യത പൊതുവെ വളരെ കുറവാണല്ലോ. ഇത് കണ്ടവർ ചർച്ച ചെയ്ത് ഇപ്പൊ എന്നെ വല്ലയിടത്തും കാണുമ്പോൾ ആൾക്കാർ ഏട്ടനും ചേട്ടനും ഗോബ്സും എന്നുള്ളൊരു ഫസ്റ്റ് ഷോട്ടിലുണ്ടല്ലോ. എന്താ മോനെ നേരത്തെ വിടാന്ന് പറഞ്ഞല്ലേ. അതിലൊരു ചെറിയ വേഷം ചെയ്യാനും സാധിച്ചു. അത് ദൈവാനുഗ്രഹം. ഇതൊക്കെ വന്നു ചേർന്നാണ്. ലാൽ സാറിന്റെ ഭാഷയിൽ ഇതെല്ലാം വന്നു ചേർന്ന്. ഇതൊന്നും നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടായിരുന്നില്ല. ഈ ഒരു തോട്ട് ഞാൻ നമ്മുടെ KCL ശ്രീ സാറിനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഹി വാസ് ഓൾസോ എക്സൈറ്റഡ്. ആള് 1, 2, 3 പറഞ്ഞ് സഞ്ജുവിനെ കൊണ്ടുവരാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. പിന്നെ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. ഇതിന്റെ സംസാരം എന്ന് പറയുന്നത് ഓരോ ഇതിൽ ഏറ്റവും മാർക്ക് കൊടുക്കേണ്ടത് ശരിക്കും ലാൽ സാറിനാണ്. സെൽഫ് ട്രോളിന് അദ്ദേഹം തയ്യാറായി എന്നുള്ളത് നമ്മൾ മറക്കൂല. CCL ക്യാപ്റ്റനായിട്ടില്ലേ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതെ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത് അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിൽ ഇനിയും ആക്ച്വലി ഡ്യൂറേഷൻ്റെ ഒരു കുറവ് കൊണ്ടാണ് ഞങ്ങൾ ഇത് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ആക്ച്വലി ഷൂട്ട് ചെയ്തതിൽ കുറേ സർപ്രൈസസ് ബാക്കിയുണ്ട്, വിച്ച് വി വിൽ ബി റിലീസിങ്. അതും കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അതെ, പാർട്ട് 1 വന്നിട്ടുള്ളൂ. അതെ, അതിശയകരമായ കുറേ സംഭവങ്ങൾ ബാക്കിയുണ്ട്. അത് വെയിറ്റ് ഫോർ സസ്പെൻസസ് ഓൾസോ. ലാൽ സാറിന്റെ കൂടെ സർപ്രൈസ്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ആകാംക്ഷയോടെ തന്നെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കാരണം ആ കോംബോ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണല്ലോ. ലാൽ സാറിന്റെ കൂടെ ഇപ്പോൾ 10-ലധികം ആഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം ഒരു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോട് ഒപ്പം ചേർന്ന് നടക്കുന്ന ഒരാൾ കൂടിയാണ് സഞ്ജു. അഭിനയം സഞ്ജുവിനെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ സഞ്ജുവിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ചോദിച്ചിരുന്നു, സിനിമയിൽ അവസരം വന്നാൽ സഞ്ജു അഭിനേതാവ് എന്ന നിലയിൽ എങ്ങനെയുണ്ട് സംവിധായകൻ? ആക്ച്വലി സ്പീക്കിംഗ്, സഞ്ജു തുടക്കത്തിൽ ലാൽ സാറെന്ന് പറഞ്ഞ അഭിനയ വേറെ ലെവൽ. സഞ്ജുവിന് പണി ആക്ച്വലി ഇതല്ലല്ലോ, അതിൻ്റെ ഒരു ടെൻഷൻ സഞ്ജുവിനുണ്ടായിരുന്നു. പക്ഷേ സഞ്ജു കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടതല്ലേ, വളരെ നന്നായിട്ടാണ് അദ്ദേഹം ആക്ച്വലി അഭിനയിക്കുന്നത്. ഭാവമൊക്കെ സഞ്ജുവിന് ടൈമിംഗ് ഉണ്ട്. ഇത് പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു. പിന്നെ അമേസിംഗ്ലി ഫോട്ടോജനിക് ആണ്. ഏത് ആംഗിളിലും നമുക്ക് ടെൻഷൻ ഇല്ല. ആസ് ഫാർ ആസ് ഡയറക്ടർ ഇസ് കൺസേൺ, വളരെ വളരെ കംഫർട്ടബിൾ. ആൾ കൂളാവുന്നത് വരെ മാത്രമാണ് ആൾക്കൊരു അസ്കതയുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഹീ ജസ്റ്റ് ഫ്ലോഡ്. ആളുടെ കളി പോലെ തന്നെയാണ്. ഫ്ലോ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോ. ഇവർ തമ്മിലുള്ള തഗ്ഗുകൾ, കാറിൻ്റെ ഉള്ളിലുള്ള തഗ്ഗുകൾ, നമ്മൾ പുറം ലോകം അറിയാത്ത കുറേ തഗ്ഗുകൾ അതിൻ്റെ ഉള്ളിൽ നടന്നുണ്ട്. അപ്പോൾ നമ്മുടെ പല റീലുകളും കണ്ടാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭയങ്കര തഗ്ഗല്ല. ലാലേട്ടൻ്റെ തഗ്ഗുകൾ അറിയാലോ, അൺബിലീവബിൾ തഗ്സ് ഇടും. അതെ, സഞ്ജു പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരുന്നു ത്രൂ ഔട്ട്. ഇതുണ്ടായിരുന്നു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. സഞ്ജു വേണ്ടി വന്നാൽ ബിഗ് സ്ക്രീനിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും അത് ഐ തിങ്ക് ഹീ ഈസ് ഡ്യൂ ഫോർ ദാറ്റ്. കാരണം നല്ലൊരു റോള് കൊടുത്തു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാതെ മെച്യൂരിറ്റി ശരിക്കും സഞ്ജുവിനുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇത് ഞാൻ തമാശ പറയുന്നതല്ല, ഇത് അയാൾക്ക് അതിനുള്ള മെച്യൂരിറ്റി ഉണ്ട്. ഭയങ്കര ഫോട്ടോജനിക്കാണ്, ഭയങ്കര സ്ക്രീൻ പ്രസൻസും ഉണ്ട്. ലാൽ സാറിനെ പോലെ ഇത്രയും അമേസിംഗ് ആയിട്ടുള്ളൊരു നടൻ്റെ മുമ്പിൽ കൂളായി പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. പുള്ളി വെസ്റ്റ് ഇൻഡീസ് മറ്റേ ഓസ്ട്രേലിയൻ താരങ്ങളെയൊക്കെ അടിക്കുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിനും ഫേസ് ചെയ്തു എന്നുള്ളത് അതിശയകരമാണ്. എനിക്കാണത് എക്സാക്ട്ലി. എനിക്കാണ് വെറുതെ നമ്മൾ വലിയ തെങ്ങൊക്കെ നനയ്ക്കുമ്പോൾ കൂടെ ചീര നനയണ പോലെ എനിക്കും ഭയങ്കര ബെനിഫിറ്റ് കിട്ടി. ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് കിട്ടി. ഒന്നും പറയണ്ട, എനിക്ക് റൈറ്റ് ഫ്രം രവിശാസ്ത്രി തൊട്ട് ഇവിടെ നിങ്ങോട്ടേക്ക് ഓൾമോസ്റ്റ് മമ്മൂട്ടി സാറ് തൊട്ട് ഉണ്ണി മുകുന്ദൻ, ഓൾമോസ്റ്റ് എവ്രിവൺ സോ ദിസ്, എവ്രിബഡി അപ്രീഷിയേറ്റഡ്. അത് ഏറ്റവും രസകരമായ കാര്യം, നമ്മൾ അങ്ങോട്ട് കയറി റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല, ഇവരായിട്ട് ഇദ്ദേഹത്തിനെ നമ്മളെ വിളിച്ചറിയിക്കുക. അതൊരു ആഡിൽ സംഭവിക്കുക എന്നുള്ളത് വളരെ റയറാണ്. എവ്രിബഡി അപ്രീഷിയേറ്റഡ് പേഴ്സണലി. അത് താങ്ക് ഗോഡ്, ഒന്നും പറയാനില്ലേ.
ഇനി കുറെ കൂടി ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കും കേട്ടോ. അതെ അതാണ് ആ റേസ് ഓഫ് എക്സ്പെക്ടേഷൻ. നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ ബെഞ്ച് മാർക്ക് എന്നാണ്. ബെഞ്ച് മാർക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. റേസ് അബവ് ദ സ്റ്റാൻഡേർഡ് ആയിട്ട് ഐ എം ഓൾസോ അതൊരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ അതിനെ കാണുന്നു. ഈ പരസ്യ ചിത്ര നിർമ്മാണത്തിൽ സംവിധാന രംഗത്ത് ഏറ്റവും ആസ്വദിച്ച് ചെയ്തൊരു ഷൂട്ട് ഏതായിരിക്കും? ഇത് തന്നെയായിരിക്കും. അതെ ഓഫ് കോഴ്സ് ഇതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഏട്ടനും ചേട്ടനും തകർത്തു. എൻ്റെ ലൈഫിലും ഒരു ടേണിംഗ് പോയിന്റ് ആവട്ടെ അത്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത വൺ ഓഫ് മൈ ആഡ്സ് ആണിത്. ഐ ഹവ് ഡൺ മോർ ദാൻ 325 ആഡ്സ്. അപ്പോൾ അതിൽ ഈ പരസ്യചിത്രം റിലീസായി ആദ്യ നിമിഷത്തിൽ ഞങ്ങൾ വിളിച്ചിരുന്നു. ഞാൻ അതിനെ നന്ദിയോടെ സ്മരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പരസ്യചിത്രം അത്രയേറെ ഞങ്ങളുടെ ഉള്ളിലേക്ക് വളരെ പെട്ടെന്ന് ആഴ്ന്നിറങ്ങി എന്നുള്ളത് കൊണ്ടാണ്. ഇത് വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ആദ്യ നിമിഷം തൊട്ട് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഗ്രേറ്റ്. എന്തായാലും ഗംഭീരമാവട്ടെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു ഡബിൾ സെഞ്ചുറി അടിച്ചു നിൽക്കുന്ന, ബാറ്റ് പൊക്കി നിൽക്കുന്ന സന്തോഷമാണ്. താങ്ക് യു. അതാണ് അതിൻ്റെ വാക്ക്. താങ്ക് യു സോ മച്ച്. ബിപിൻ ജെയിംസിനൊപ്പം മഹേഷ് പൊലോ, മീഡിയ 1.